സുരക്ഷിത ഭവനങ്ങളും കൃഷിഭൂമിയും വാഗ്ദാനം ചെയ്ത് തൃശൂർ അരേക്കാപ്പിൽ നിന്ന് കുടിയൊഴിപ്പിച്ച ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ. ചാലക്കുടി മരാങ്കോട്ടേക്കാണ് കുടുംബങ്ങളെ മാറ്റിയത്. എന്നാൽ 1 വർഷം പിന്നിട്ടിട്ടും കുടുംബങ്ങൾക്ക് ഭൂമി നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. 44 ആദിവാസി കുടുംബങ്ങളെയാണ് അരേക്കപ്പ്, വീരാൻകുടി മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. കൃഷിഭൂമിയും സുരക്ഷിത ഭവനവും നൽകാമെന്നായിരുന്നു സർക്കാർ അന്ന് നൽകിയ ഉറപ്പ്. എന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ലെന്ന് ഉന്നതിയിലുള്ളവർ പറയുന്നു. 2018 ഉരുളുപൊട്ടിയും എല്ലാം കൊണ്ടുപോയ ശേഷമാണ് ഞങ്ങൾ മുകളിൽ കയറി കിടന്നു. അവിടെ നിന്ന് വീട് രക്ഷപ്പെട്ട് കയ്യിൽ പിടിച്ചാണ് ഞങ്ങൾ ഈ മാരാങ്കോടും ഇവിടെ വന്നപ്പോഴും ഓരോ വ്യത്യാസം ഞങ്ങളെടുത്ത് നോക്കുന്നില്ല. അതുപോലെ ഇപ്പോഴും ഞങ്ങൾ ആ അവസ്ഥയിൽ കിടക്കുകയാണ്. എന്നാൽ വനം വകുപ്പ് പറയുന്നത് ഇവരുടെ താമസം സംരക്ഷിത വനമേഖലയിലെ കയ്യേറ്റമാണെന്നാണ്. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെന്ററിന്റെ സഹായത്തോടെ ആദിവാസികൾ കോടതിയെ സമീപിച്ചു. പക്ഷെ ഒരു തീരുമാനവും ഉണ്ടായില്ല. ഞങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ രേഖയെല്ലാം സർക്കാരിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പെരുമുൽ സ്റ്റേഷനിലുള്ള കംപ്ലീറ്റ് ആളുകൾ ഫോറസ്റ്റിലുള്ള ഭാഗത്തുനിന്ന് സാറുമാർ വന്ന് ഞങ്ങൾക്ക് നിന്ന് അതിൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൈവശ രേഖ എത്രയും പെട്ടെന്ന് സർക്കാർ ഞങ്ങളുടെ കയ്യിൽ പതിച്ച് തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. മാരാങ്കോട് സംരക്ഷിത വനമേഖലയാണെന്നും ഇവിടെ താമസിക്കുന്നത് വനനിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് വകുപ്പിന്റെ പുതിയ റിപ്പോർട്ട്. ആദിവാസികൾ വനഭൂമി കയ്യേറിയതായി കണക്കാക്കണമെന്നും അതിനാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആദിവാസികളുടെ അരേക്കാപ്പിലെ ഭൂമി വനവകുപ്പിന് എഴുതി വാങ്ങിയ ശേഷമാണ് ഈ ചതി നടപ്പാക്കിയത്. വനംവകുപ്പ് തന്നെ മുൻകൈ എടുത്ത് നടത്തിയ സർവേയും സ്കെച്ചും മറച്ചുവെച്ചാണ് ഇപ്പോൾ കോടതിയിൽ തെറ്റായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിനിടെ കുറച്ചു കുടുംബങ്ങൾ തിരിച്ചു അരേക്കാപ്പിലേക്കും വീരാൻകുടിയിലേക്കും തിരികെ പോയി. പക്ഷെ അവിടെ കൃഷിഭൂമിയും കുടിലുകളും ഒന്നുമില്ലാത്ത സ്ഥിതിയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.